ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രേവതി ആവട്ടെ ദേവുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ശ്രീകാന്ത് അവൻ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച് ചെയ്തതാ ഓരോന്നും. അവൻ്റെ വാക്ക് വിശ്വസിച്ച് ക്ഷേത്രത്തിൽ പോയ ഞാനാണ് മണ്ടി എന്ന് പറയാൻ കേട്ടോ രേവതി ദേവുവിനോട്. ഈ സമയം സച്ചി പോലീസ് സ്റ്റേഷനിൽ സിഐയോട് കൈയും കാലും പിടിച്ച് പറയണം, സാർ എൻ്റെ അച്ഛനെ ജയിലിലാക്കരുത് സാർ, പ്ലീസ് സാർ, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടന്നോളാമെന്ന് പറയുമ്പോൾ സിഐ പറയണം, നിൻ്റെ അച്ഛനെ രക്ഷിക്കണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ FIR ഇട്ടിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ട് ജയിലിലാക്കുമെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ സങ്കടമാണ്. സച്ചി അവിടെ ഓടിപ്പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛ വിഷമിക്കല്ല അച്ഛൻ സങ്കടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പൊട്ടിക്കരയും കേട്ടോ. രവീന്ദ്രനാണെങ്കിൽ ആകെ മൊത്തം തകർന്ന് തരിപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഈ സമയം ശ്രീകാന്ത് ആവട്ടെ എങ്ങനെയെങ്കിലും രേവതിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. പക്ഷേ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയിട്ടുള്ള വർഷം എങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു സീനാവുമെന്ന് വെച്ചിട്ട് ശ്രീകാന്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെമ്പനീർ പൂവ് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.